നമസ്കാരം. ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ എത്രമാത്രം പ്രഗത്ഭമതികളായ നമ്മുടെ ആളുകൾ, കലാകാരന്മാർ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി എന്നത് എനിക്ക് സത്യം പറയാണ് ചെറുതല്ലാത്ത നൊമ്പരം തന്നു. ഇവരിലേറിയ പങ്കും എനിക്ക് നല്ല അടുപ്പവും സ്നേഹവും തന്നവരായിരുന്നു എന്നത് എന്നെ നന്നായി നോവിക്കുന്നു. AT അബു, അജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പെരുന്തച്ചൻ, ബാബു പിഷാരടി, അനിൽ ബാബുവിലെ ബാബു, അശോകൻ താഹിയിലെ അശോകൻ, PMA അസീസ്, P ബാലചന്ദ്രൻ, ഭരത് ഗോപി, P ഭാസ്കരൻ, ചോലൂർ കൃഷ്ണൻകുട്ടി, കൊച്ചിൻ ഹനീഫ, T ദാമോദരൻ, ഡെന്നിസ് ജോസഫ്, GA ലാൽ, VR ഗോപാലകൃഷ്ണൻ, ഹരിദാസ്, ഹരികുമാർ, JC, ജോൺ പോൾ, ജോൺ ശങ്കരമംഗലം, കള്ളിക്കാട് രാമേന്ദ്രൻ, KG ജോർജ്, KK ചന്ദ്രൻ, ലെനിൻ രാജേന്ദ്രൻ, AK ലോഹിതദാസ്, മണി ഷൊർണൂർ, മോഹൻ, KR മോഹൻ, AR മുകേഷ്, TS മോഹൻ, നിസാർ, CP പത്മകുമാർ, GS പണിക്കർ, പവിത്രൻ, PG വിശ്വംഭരൻ, പ്രതാപോത്തൻ, രാജൻ ശങ്കരാടി, TA റസാഖ്, സലിം ചേർത്തല, സംഗീത് ശിവൻ, N ശങ്കരൻ നായർ, IV ശശി, ശശി മോഹൻ, ശശി ശങ്കർ, സതീഷ് ബാബു പയ്യന്നൂർ, ശശിധരൻ ആറാട്ടുവഴി, NC സേനൻ, ഷാജിയൻ കരുൺ, ഷാജി പാണ്ഡവത്ത്, ഷെരീഫ്, സിദ്ദിഖ്, SL പുരം സദാനന്ദൻ, തമ്പി കണ്ണന്താനം, തേവലക്കര ചെല്ലപ്പൻ, വേണു നാഗവള്ളി, വിനോദ്, ആറന്മുള ഹരിഹരപുത്രൻ, മോഹൻദാസ് തുടങ്ങിയവരുടെ വിലാസം വായിച്ചപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ പ്രഗത്ഭരായ കലാകാരന്മാരെ അറിയാതെ ഞാൻ നമിച്ചുപോയി. ഏറെക്കുറെ എല്ലാവരും എനിക്ക് പരിചിതരായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഈ ലോകം വിട്ടു പോയവരാണ് ഇവരൊക്കെ. ഈ ഡയറക്ടറി വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്, നമ്മളെയൊക്കെ ഔദാര്യം കൊണ്ടായിരിക്കാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുപോലെ നടീനടന്മാരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ മിമിക്രി രംഗത്തെ രാജാവായിരുന്ന അബി, അലക്സ് കടവിൽ, ഐല ഉണ്ണികൃഷ്ണൻ, അസീസ്, ബഹദൂർ, ബാലങ്കൻ നായർ, ബോബി കൊട്ടാരക്കര, ക്യാപ്റ്റൻ രാജു, ചങ്ങനാശ്ശേരി നടരാജൻ, ഇന്നസെന്റ്, B ഹരികുമാർ, ജഗന്നാഥൻ, ജെയിംസ്, കാൽ ഡിജയൻ, കൊച്ചുപ്രേമൻ, കാര്യവട്ടം ശശികുമാർ, ജോസ് പല്ലിശ്ശേരി, ജോസ് പ്രകാശ്, കൈലാസ്നാഥ്, കടുവാക്കുളം ആന്റണി, കലാഭവൻ മണി, കലാഭവൻ സാജൻ, കരമന ജനാർദ്ദനൻ നായർ, കുഞ്ഞാണ്ടി, കുതിരവട്ടം പപ്പു, മച്ചാൻ വർഗീസ്, PA ലത്തീഫ്, മാള, മാമുക്കോയ, മണക്കാട് രവി, മിഗ്ദാദ്, മോഹൻരാജ്, MS തൃപ്പൂണിത്തുറ, വൈക്കം മോഹൻ, മുരളി, നരേന്ദ്രപ്രസാദ്, നെടുപടി വേണു, NL ബാലകൃഷ്ണൻ, നിർമ്മൽ, NF വർഗീസ്, നവാസ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പറവൂർ ഭരതൻ, PC സോമൻ, PC ജോർജ്, D ഫിലിപ്പ്, പൂജപ്പുര രവി, KPSC പ്രേമചന്ദ്രൻ, രാജം B ദേവ്, BP രാമചന്ദ്രൻ, രവി വള്ളത്തോൾ, രമേഷ് വലിയശാല, പിന്നെ ഋഷഭാവ, സാജൻ എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യനുണ്ടായിരുന്നു, വളർച്ചയില്ലാത്തൊരു പയ്യൻ, സാജൻ, ശങ്കരാടി, സത്താർ, ശിവജി, ശ്രീനാഥ്, ശ്രീധരൻ നമ്പൂതിരി, വഴുതക്കാട് ബാബു, കലാമണ്ഡലം ഗീതാനന്ദൻ, തിലകൻ, ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ പോയ പ്രഗത്ഭരായ എത്രയോ നടന്മാർ. അടൂർ ഭവാനി, അടൂർ പങ്കജം, ആനന്ദവല്ലി, ആറന്മുള പൊന്നമ്മ, ഫിലോമിന, കനകലത, കൽപ്പന, കവീർ പൊന്നമ്മ, കവീർ രേണുക, ഖദീജ, കോട്ടയം ശാന്ത, KPSC ലളിത, നയന, മീന ഗണേഷ്, ശ്രീവിദ്യ, സുകുമാരി, TP രാധാമണി, തൊടുപുഴ വാസന്തി, ഉഷാറാണി തുടങ്ങിയ കുറേ നടിമാരും. ഞാൻ നോക്കിയപ്പോൾ പുരുഷന്മാരെക്കാളും കുറവാണ് മരിച്ച സ്ത്രീ നടിമാർ എന്ന് പറയാം. സ്ത്രീ എന്നല്ല, നടിമാരെന്ന് പറയാം. കയ്യിൽ കിട്ടിയത് 2000-ലെ ഡയറക്ടറി ആയതിനാലാണ് ഇവരെയൊക്കെ ഇവരെയൊക്കെ മാത്രം നമുക്ക് കാണേണ്ടി വന്നത്. അതിന് മുൻ വർഷങ്ങളിൽ ഈ സുഷ കമ്മ്യൂണിക്കേഷൻസിൻ്റെ മിനിസ്ക്രീൻ ഡയറക്ടർ ഇറങ്ങിയിട്ടുണ്ട്. അതും എൻ്റെ പക്കലുണ്ട്, നോക്കിയാൽ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെയും വിട പറഞ്ഞവരുടെ മുഖങ്ങൾ കൂടാം. ആലോചിക്കുമ്പോൾ ഒരു വല്ലായ്മ പോലെ. പോയവരിലേറിയ പങ്കും എൻ്റെ പരിചിതർ. സംവിധായകരിൽ തന്നെ ആചാര്യം ചെയ്ത അശോകനും, അനിൽ ബാബുവിലെ ബാബുവും, VR ഗോപാലകൃഷ്ണനും, ഡെന്നിസ് ജോസഫും, ഹരിദാസും, രാജൻ ശങ്കരാടിയും, സിദ്ദിഖും ഒക്കെ മലയാളികളുടെ ശരാശരി വയസ്സിലെത്താൻ എത്രയോ വർഷം ബാക്കിയുള്ളപ്പോഴാണ് ഈ ലോകം വിട്ടുപോയത്. അബിയും, കലാഭവൻ മണിയും, ശ്രീനാഥും, ശിവജിയും, കൽപ്പനയൊക്കെ എത്രയോ കാലം നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടവരായിരുന്നു, പക്ഷെ പോയി. ഈ വിഷയം ചെയ്യാനെടുക്കും മുമ്പ് ഞാൻ പലവട്ടം ആലോചിച്ചു, ഇത് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചു. നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞുപോയ, നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തണം, ജീവിച്ചിരുന്നവരെ
ഒന്ന് പരിചയപ്പെടുത്തണം, ഓർമ്മിപ്പിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്തത്. തിലകൻ ചേട്ടൻ അസുഖബാധിതനാകുമ്പോഴും ബൈപ്പാസിന് പോകുമ്പോഴും ബൈപ്പാസ് കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി വരുമ്പോഴും കിംസിൽ 32 ദിവസം മരണത്തോട് മല്ലടിക്കുമ്പോഴും കാണാനായ ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ഞാൻ. ചലനമറ്റ തിലകൻ ചേട്ടനെ ഞാൻ കണ്ടില്ല. അത് വേണ്ട എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ VIT ഹാളിൻ്റെ വെളിയിൽ നിന്നേ ഉള്ളൂ. ഞാനകത്ത് കയറി ബാഡ്ജും കുത്തി ക്യാമറയുടെ മുന്നിൽ കൃത്രിമ ദുഃഖം കാണിക്കാനൊന്നും ഞാൻ പോയില്ല. ഞാൻ VIT ഹാളിൻ്റെ ഫ്രണ്ടിൽ നിന്നേ ഉള്ളൂ. എനിക്കെന്തോ ചലനമറ്റ് കിടക്കുന്ന തിലകൻ ചേട്ടനെ കാണണ്ട എന്ന് തോന്നി. ജീവിതത്തിൽ കുറേ ദുരൂഹതകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എൻ്റെ ചേട്ടനായിരുന്നു നടൻ ശിവജി. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത വലയത്തിലെ നായകൻ. ദാമ്പത്യ ജീവിതത്തിൽ ശിവജി ചേട്ടൻ്റെ സ്വഭാവത്തിൽ ശിഥിലതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. 365 ദിവസവും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴും എന്നും സാമ്പത്തിക പ്രശ്നത്തിൽ ഉഴലുന്ന ഒരു നടനായിരുന്നു ശിവജി. ഭാര്യയ്ക്കാണെങ്കിൽ ബാങ്കിൽ ജോലിയുണ്ട്. സാമ്പത്തിക പരാധീനതകൾ ഇല്ലായിരുന്നു എന്ന് വേണം പറയേണ്ടത്. പക്ഷേ ശിവജി എന്നും സാമ്പത്തികമായ പരാധീനതകളിലായിരുന്നു. ഒരു നാൾ ഞാൻ വിളിക്കുമ്പോൾ തൈക്കാട് മുത്തൂറ്റിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞു, വിവാഹമോതിരം പണയം വയ്ക്കാനായിട്ട്. ഒപ്പം എന്നോട് പറഞ്ഞു, വിരലിൽ മോതിരമില്ലാതെ വീട്ടിൽ കയറി ചെന്നാൽ ഇന്ന് പൂരമായിരിക്കും ദിനേശേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വരാം, പണയം വയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാശ് മാറ്റി ചെന്നു. എന്നും സീരിയൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടും എന്തേ ഇത്ര ദാരിദ്ര്യമെന്ന് ഞാൻ ശിവചേട്ടനോട് അല്പം കാർക്കശ്യത്തോടെ ചോദിച്ചു. ഒരു നാൾ ഞാൻ പറയാം എന്ന് മാത്രം പറഞ്ഞിട്ട് ശിവചേട്ടൻ കാറ് കയറി പോയി. ഞാൻ പറയാം ദിനേശേ, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി വൈകി ശിവചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു. ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ് താൽക്കാലിക താമസം. നാളെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. നാളെ നമ്മൾ കാണണ്ട. അതെന്താണ് അദ്ദേഹം അങ്ങനെ നാളെ കാണാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാളെ നമ്മൾ കാണണ്ട എന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. BP താണു പോയി കോസ്മോ ആശുപത്രിയിലാണെന്ന് വിവരമറിഞ്ഞ് ഞാൻ പരക്കം പാഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആളങ്ങ് പോയി. ഞാൻ ചെല്ലുമ്പോൾ ലിഫ്റ്റിൽ ബോഡി ഇറക്കുകയാണ്. വീരോചിതമായ ഒരു യാത്രയപ്പിനായി 28 സീറ്റുള്ള ഒരു ബസ് പട്ടാമ്പിക്ക് പോകാനായിട്ട്, ശിവചേട്ടൻ പട്ടാമ്പിക്കാരനാണ്, ബുക്ക് ചെയ്തതും ഞാനായിരുന്നു. കലാഭവൻ്റെ മുന്നിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ 28 സീറ്റിലിരിക്കാൻ ആകെപ്പാടെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സംവിധായകൻ R ഗോപിനാഥും ക്യാമറമാൻ വിപിൻ മോഹനും പിന്നെ ഞാനും. ബാക്കി എല്ലാവരും അദ്ദേഹത്തിനെ കൊണ്ടു നടന്ന, അദ്ദേഹത്തിൻ്റെ വെള്ളം അടിക്കാൻ പോയിരുന്ന, അദ്ദേഹത്തെ ഒരുപാട് സീരിയലുകളിലൊക്കെ ഉപയോഗിച്ച എല്ലാവരും ഊരിക്കളഞ്ഞു. ഈ 3 പേര് 28 സീറ്റിൽ, 28 സീറ്റല്ല, അതിനേക്കാൾ കൂടുതൽ ആൾ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ചോദിച്ചിട്ടാണ് ബുക്ക് ചെയ്തത് ബസ്. ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 28 സീറ്റിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും വലിഞ്ഞുളഞ്ഞു. ആ യാത്ര എനിക്ക് ജീവിതത്തിൽ ഇതുവരെയും, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ഐവർ മഠത്തിൽ ശിവജി ചേട്ടനെ അടക്കിയിട്ട് ഈ 3 സംഘം ആ ട്രാവലിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു മടങ്ങി. അങ്ങോട്ട് പോയപ്പോൾ ജയശ്രീയും മകൾ ഉണ്ണിമായിയൊക്കെ ഉണ്ടായിരുന്നു, ശിവചേട്ടൻ്റെ ഭാര്യയുടെ സഹോദരനും ഒക്കെ ആയിട്ട്. അവർ വേറൊരു ഇന്നോവ കാറിലായിരുന്നു മുന്നിൽ. ഞങ്ങൾ മാത്രം 3 പേരാണ് ഈ ബസ്സിൽ അങ്ങറ്റം പോയതും തിരിച്ചു വന്നത്. വർഷങ്ങൾക്ക് ശേഷം കാനറ ബാങ്കിൽ വെച്ച് സ്റ്റാച്യൂലല്ല പാളയത്ത് സൗത്ത് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള കാനറ ബാങ്കിൽ വെച്ച് ശിവജി ചേട്ടൻ്റെ ഭാര്യ ജയശ്രീയെ ഞാൻ കണ്ടു. അവരവിടെയാണ് ജോലി ചെയ്യുന്നത്. 2 പേരും ഫേസ് ടു ഫേസ് നോക്കി. പിന്നെ എന്താ പറയുക, 2 പേരും അപരിചിതത്വം കാണിച്ചു. അവരെന്നെ പരിചയമില്ലാത്തവരിരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി, ജയശ്രീ എന്നെ അറിയില്ലേ എന്ന് ചോദിക്കാൻ പോയില്ല. പിന്നെ അറിഞ്ഞു ജയശ്രീ മരിച്ചെന്ന്. ഏകമകൾ ഉണ്ണിമായെ കാണണമെന്ന മോഹം സത്യത്തിൽ എനിക്കിപ്പോഴും ഉണ്ട്, മനസ്സിലുണ്ട്. പക്ഷെ കണ്ടിട്ടേ ഇല്ല. 21 വർഷം കഴിഞ്ഞു ശിവചേട്ടൻ മരിച്ചിട്ട്. അന്ന് ശിവചേട്ടൻ മരിക്കുന്ന സമയത്ത് ഒരു 12-13 വയസ്സുണ്ട് ഉണ്ണിമായിക്ക്. ഇപ്പോൾ ഏതാണ്ട് 10-35 വയസ്സ് ഉണ്ണിമായിക്ക് വന്നിരിക്കാം. വിവാഹിതയായി കാണും, കുടുംബമായി നന്നായിട്ട് ജീവിക്കുകയാകും. ഞങ്ങൾ 2 പേരും തിരുവനന്തപുരത്തുകാരാണല്ലോ. ജയശ്രീ തിരുവനന്തപുരത്ത് നന്തൻകോട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലായിരിക്കും നമ്മുടെ ഉണ്ണിമായ താമസിക്കുന്നത്. എന്നിട്ടും
കാണാൻ ഞാൻ ശ്രമിച്ചില്ല. എന്തോ എനിക്ക് പോയി കാണണ്ട എന്ന് തോന്നി. ശിവജിയോടെ അത് അവസാനിക്കട്ടെ. വലിയ പുരികങ്ങളുള്ള സുന്ദരി കുട്ടിയായിരുന്നു ശിവജി ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിമായ. എൻ്റെ ഗുരുനാഥന്മാരായ ജെ.സി. സാറും ഹരികുമാർ സാറും. ജെ.സി. സാറിന് വന്ന സ്ട്രോക്ക് എൻ്റെ ജീവിതത്തിലും സ്ട്രോക്കായി എന്ന് പറയാം. ഹതഭാഗ്യനായ ആളായതിനാലാകാം വിചാരിച്ച സ്വപ്നങ്ങൾ പൂർത്തിയാക്കാതെ സാറ് പോയത്. സാറിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, അതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. ഒരു സ്ട്രോക്കിൻ്റെ രൂപത്തിൽ മരണം വന്നു കൊണ്ടുപോയി. പത്രക്കാരനും സിനിമാക്കാരനുമായി തുടങ്ങിയ ബന്ധം ആയതിനാലാകണം എന്നും പിണങ്ങാനും ഉടക്കാനും ഇറങ്ങിപ്പോകാനുമായിരുന്നു ഹരിസാറിനോടൊപ്പം ഉണ്ടായിരുന്ന 30 വർഷവും എൻ്റെ വിധി. ഒരു സംവിധായകനോട് ഒരു അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ സംവിധാന സഹായിക പെരുമാറുന്ന പോലെയല്ല ഞാൻ പെരുമാറിയത്. ഒരു അമ്മാവൻ അനന്തരവൻ ബന്ധമായിരുന്നു ഞങ്ങളിൽ. എന്നോടൊക്കെ ഞാൻ കയറി ആവശ്യമില്ലാതെ, അതുപോലെ എന്നോടും തിരിച്ച് ആവശ്യമില്ലാതെ എന്നെ ചൊറിയുമായിരുന്നു. അങ്ങനെ ഞാൻ പിണങ്ങിപ്പോവും, ഇറങ്ങിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. നന്നായി നുണ കേൾക്കുന്ന, മോശമല്ലാതെ ശിഷ്യന് പാര പണിഞ്ഞ, എനിക്ക് മാത്രം പ്രതിഫലം എന്നോടൊപ്പം നടക്കുന്നവർക്ക് കൊടുക്കേണ്ട പരമാവധി എന്ന് ശടിക്കുന്ന ആളായിരുന്നു ഹരികുമാർ സാർ. ജെ.സി. സാർ നേരെ തിരിച്ചുമായിരുന്നു. ആദ്യം എൻ്റെയൊക്കെ പ്രതിഫലം വാങ്ങിത്തരും, പിന്നെ സാറ് വാങ്ങും. ഹരിസാർ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഫലം വാങ്ങിച്ചാൽ അങ്ങനെ പോകും, ബാക്കി അവൻ്റെ അമ്മേരെ വിധി എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊക്കളയും. ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് പ്രതിഫലം പോലും വാങ്ങാതെ സുഹൃതം ഷൂട്ടിംഗ് തീർന്ന ദിവസം ഇറങ്ങിപ്പോയാനാണ് ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സുഹൃതത്തിന് ദേശീയ അവാർഡിന് സമർപ്പിക്കാനുള്ള ഫോറം, അപേക്ഷാ ഫോറം ഞാൻ തന്നെ പൂരിപ്പിക്കണം എന്ന് ശടിച്ച ഗുരുനാഥനായിരുന്നു ഹരികുമാർ. വീട്ടിൽ ചെന്ന് പൂരിപ്പിച്ച് RMS കൊണ്ടുപോയി രജിസ്റ്റേർഡായിട്ട് അയച്ചതും ഞാൻ തന്നെ. വേണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് അയച്ചു സാർ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടങ്ങ് പോയാൽ മതിയായിരുന്നു. നാഷണൽ അവാർഡിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. അടുത്ത പടം ഉദ്യാനപാലകൻ. നിർബന്ധിച്ചിട്ട് പോലും ഞാൻ പോയില്ല. എനിക്ക് പകരമാണ് ലാൽ ജോസ് അസോസിയേറ്റ് ആയത്. അടുത്തത് സ്വയംവര പന്തൽ, ഞാൻ കൂടെ പോയി. ഒരുപാട് കഷ്ടപ്പെട്ടു ആ പടം തീർക്കാൻ. പിന്നെ ഒരിക്കലും ഞാൻ സാറിനോട് സഹകരിച്ചിട്ടില്ല. കാരണം ഞാൻ അതോടെ സ്വതന്ത്ര സംവിധായകനായി മാറിയല്ലോ. അന്നു മുതൽ എനിക്ക് പണി തന്നു പല വിധത്തിൽ എൻ്റെ ഗുരുനാഥൻ. ഇനി ആ മുഖം കാണണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുകയും അത് ഫോണിലൂടെ പറയുകയും ചെയ്തു. ഇനി ഞാൻ ഒരിക്കലും സാറിൻ്റെ മുന്നിൽ വരികയോ സാറിനെ കാണുകയോ വേണ്ട എന്ന്. എന്നിട്ടും അദ്ദേഹം ഗുരുതര അവസ്ഥയിലാണ് എന്നറിഞ്ഞപ്പോൾ സിന്ധുവിനെയും കൂട്ടിപ്പോയി. ഞാൻ എടുത്തുകൊണ്ട് നടന്ന അദ്ദേഹത്തിൻ്റെ ഇളയ മകള് എന്നോടൊരു നുണ പറഞ്ഞു. വിസിറ്റേഴ്സിനെ ആരെയും കാണിക്കരുതെന്ന് ഡോക്ടറുടെ കർശന നിർദ്ദേശമുണ്ട് അങ്കിളെ എന്നാണ് എന്നോട് പറഞ്ഞത്. കാണാതെ മടങ്ങി. മരിച്ച വിവരം പറഞ്ഞതിനൊപ്പം എന്നെ വിളിച്ചു പറഞ്ഞത് ഇന്ദ്രൻസ് ജയനാണ് വിളിച്ചു പറഞ്ഞത്. നമ്മൾ ഹരികുമാർ സാർ പോയി കേട്ടാ എന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ദ്രൻസ് ജയനായിരുന്നു. അപ്പോൾ മരണവിവരം വിളിച്ചു പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇന്ദ്രൻസ് ജയനോട് പറഞ്ഞു, അച്ഛനെ കാണാൻ വരരുതെന്ന് ഇളയ മകൾ പറഞ്ഞു. അതായത് ദിനേശ് അങ്കിൾ അച്ഛനെ കാണാൻ വരരുത്, അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്ത്, ഞാൻ വരുന്നില്ല ജയ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഭാഗ്യത്തിന് അന്ന് കനകലത ചേച്ചി മരിച്ച ദിവസമായിരുന്നു. ഞാൻ അവിടെ പോയി നിന്നു. പാവമില്ലേ, അവരവിടെ സിനിമ ബാഹുല്യമൊന്നുമില്ല. ഞാൻ ആ അവരെ അടക്കുന്നവരെ അവിടെ പോയി നിന്നു. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ ഡെഡ് ബോഡി അവസാനമായി കാണാനും വരരുതെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ ശടിച്ചു എന്നുള്ളതാണ് രസം. ഇത് പുറത്താരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിക്ഷയായ വെബ് സീരിയൽ എന്ന പേരിൽ ബ്ലൂ ഫിലിം എടുക്കുന്ന, പാൽപ്പായസമൊക്കെ എടുക്കുന്ന ഒരു മഹതി ഉണ്ടല്ലോ, അവർ വിജയ് ഹാളിൽ ചെന്ന് റീത്തൊക്കെ വെച്ച് ഗുരുനാഥനെ യാത്രയാക്കി. അദ്ദേഹത്തിന് അത് തന്നെ വേണമെന്ന് ഞാൻ പറയും. നമുക്ക് നിർത്താം ഇവിടെ. ഈ 25 വർഷം മുമ്പുള്ള ഡയറക്ടറിൽ നിന്ന് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ മനസ്സ് വേറെ വഴിക്കൊക്കെ പോകുന്നു. ഓരോരുത്തരെ പറ്റി ചിന്തിക്കുമ്പോഴും കഥകൾ എൻ്റെ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നു. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ജെ.സി. സാറിൻ്റെ രോഗവും വിയോഗവും എൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടം തന്നെയായി. മറ്റൊരു ഗുരുനാഥനായ ഹരിസാർ എനിക്ക് എവിടെയൊക്കെ പണി തരാമോ പാര വയ്ക്കാമോ അതൊക്കെ ചെയ്ത് എന്നെ ദ്രോഹിച്ചു, മരിച്ചപ്പോൾ പോലും. നന്ദി, നമസ്കാരം.